ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിലേക്ക് പോയിട്ട് എന്നിട്ട് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിനെ ചെന്ന് ചോദിച്ചാൽ എനിക്ക് എന്ത് പ്രശ്നമാണെങ്കിലും അതില്ല. പറഞ്ഞില്ല അവിടെ പറ്റി. എനിക്ക് ആവശ്യം എന്ത് ചെയ്താലും ഉണ്ടായാൽ പോരെ, എനിക്ക് ആവശ്യം ഉണ്ടായാൽ ശരി, പിന്നെ ബാക്കി അള്ളാനോട് പ്രാർത്ഥിക്കുന്നു. അവരെ മുൻനിർത്തി അതുകൊണ്ട് കിട്ടി മുൻനിർത്തിയ അല്ല ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിന്റെ അപ്പൊ ഇതിന് മുന്നേ പറഞ്ഞോ ഇന്നീല അത്തബറക്കു ബി അബീ ഹനീഫത്ത. അപ്പൊ അതോ ആയിക്കോട്ടെ, അത് കാണാൻ പോയതാ ഇത് പറയും. അവിടെ വെച്ച് ഞാൻ അള്ളാനോട് ദുആ ചെയ്യും. അള്ളാനോട് ദുആ ചെയ്യുന്നു. എവിടെ ഇൻദഹു, ആ ഖബറിനെ വെച്ചിട്ട് ഖബറിനെ വെച്ച് അള്ളാനോട് അതെന്തിനാ പോലെ ഇന്നീലാത്ത കൊട്ടമുസേര ഇപ്പൊ പൗതി പോയില്ലേ? ഇനി പഠിപ്പിച്ചാ അതായത് അപ്പഞ്ഞ് മമ്പുറത്ത് പോയാൽ അള്ളാനോട് പ്രാർത്ഥിച്ചാൽ മതിയല്ലേ കിട്ടിയത്? അതല്ലേ കിട്ടിയത്? അത്രപ്പേ ഉള്ളൂ. അവിടെ ഏറി വന്ന് അവിടെ പോകാൻ എന്തിനു സിയാറത്തിന്. എന്നിട്ട് എന്ത് ചെയ്യാം? അവിടെ പോയിട്ട് അള്ളാനോട് പ്രാർത്ഥിക്കണം. ഇത് ഇത്രയും നേരം മുഖാമുഖത്തിൽ ഇത് സ്ഥാപിക്കാനാണ്, ഈ ആശയം സ്ഥാപിക്കാനാണ് ഈ മുഖാമുഖ. അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങളെന്താണ് ഈ അത്തബറ കണ്ടപ്പോഴേക്ക് വിചാരിച്ചത് കിട്ടിപ്പോയി? ഇനി അതേ പറ്റുള്ളൂ, ഇനി അതേ പറ്റുള്ളൂ. ഇനി അതാ ഏറ്റവും നല്ല പണി. ഇനി ഒച്ചപ്പാടുണ്ടാക്കി, കാരണം വേറെ നിവൃത്തില്ലല്ലോ, മൂലേ മുടിഞ്ഞല്ലോ. അപ്പൊ മുസ്ലിയാർ ഇനി നിങ്ങള് നല്ല ആത്മാർത്ഥമായിട്ട് പറയാം. നമ്മൾ സമയതാരം കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ ഇരിക്കും. ഇപ്പൊ ഇമാം സാഹിബ് വന്നെന്താണ്? നിങ്ങൾ പോവല്ലേ, നിങ്ങൾ ചെറിയ പ്രതീക്ഷകളെ പറ്റി നമുക്ക്